പവിത്രം സീരിയലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അമ്മിണിയമ്മ വേദയുടെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചമ്മ എന്തു പറഞ്ഞപ്പോഴാണ് പൂജാരി ഇങ്ങനൊരു വഴി ഉപദേശിച്ചു തന്നതെന്നാണ് മുത്തശ്ശി ചോദിക്കുന്നത്. എന്നാൽ പൂജാരിയോട് സംസാരിച്ചപ്പോൾ കുടുംബങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ലെന്നും അതിന് എന്ത് മാർഗമോ പൂജയോ വേണമെങ്കിലും ചെയ്യാമെന്നാണ് അമ്മിണിയച്ചമ്മ പറയുന്നത്. അപ്പോൾ തൻ്റെ മനസ്സിലുദിച്ചൊരു ആശയം മാത്രമാണ് ഈ ഒരു വിഗ്രഹപൂജയെന്നും അമ്മിണിയച്ചമ്മ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇതൊന്നും ജ്യോത്സ്യൻ വിധിച്ച വിധി അല്ലേ എന്നാണ് സാവിത്രിയമ്മ അമ്മിണിയച്ചമ്മയോട് ചോദിക്കുന്നത്. ഈ ദൈവവും മതങ്ങളുമെല്ലാം മനുഷ്യരിൽ അടിയുണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ് കുഴപ്പമാകുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സന്തോഷമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നു. മാത്രമല്ല, സുധാകരനും വേദയ്ക്കും തമ്മിലിടയിലുണ്ടായിരുന്ന അകലം ഞാൻ പതിയെ ഇല്ലാതാക്കിയെന്നും അതിനായി അവരെ താൻ തറവാട്ടിൽ കൊണ്ടുപോയി ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുവെന്നും മാത്രമല്ല, ഇനി വേണ്ടത് വേദയും വേദയുടെ അച്ഛനും തമ്മിലുള്ള അകലം കുറയ്ക്കണമെന്നും അവർ തമ്മിൽ വീണ്ടും പഴയ പോലെ അടുപ്പത്തിലാക്കണമെന്നും അമ്മിണിയച്ചമ്മ പറയുന്നു. എന്നാലും ഈ വക കാര്യങ്ങൾക്ക് ദൈവത്തെ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ എന്ന് സാവിത്രിയമ്മ ചോദിക്കുമ്പോൾ അതിലൊന്നും ഒരു തെറ്റുമില്ല എന്നും ഇതൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ എന്നുമാണ് അമ്മിണിയച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സാവിത്രിയമ്മ അച്ചമ്മയോടൊന്ന് ചോദിക്കുന്നു, ഇത്രയും നാളായിട്ടും മാഷും വിക്രമും തമ്മിലുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് അമ്മിണിയച്ചമ്മയ്ക്ക് തീർക്കാൻ കഴിയാതെ പോയതെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച ശേഷം അമ്മിണിയച്ചമ്മ പറയുന്നു, ചില കാര്യങ്ങൾക്ക് നമ്മൾ വേണ്ട സമയത്ത് തന്നെ ഇടപെടണം. പക്ഷേ ഇവരുടെ കാര്യത്തിൽ എനിക്ക് ആ സമയത്ത് ഇടപെടാൻ പറ്റാതെ പോയി. അതിൻ്റെ ഫലം എൻ്റെ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു. ഇത് കേട്ട് പെട്ടെന്ന് തന്നെ സാവിത്രിയമ്മ പറയുന്നു, വേണ്ട, നമ്മൾക്ക് ആ കാര്യങ്ങളെപ്പറ്റി അധികം സംസാരിക്കേണ്ട. കാരണം ഇന്ന് നല്ലൊരു ദിവസമല്ലേ. നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് സങ്കടപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്? ഈ സമയം വേദയുടെ വീടിൻ്റെ അകത്തെ ഓരോ ഭംഗിയും കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ് ശ്രീചേട്ടത്തി. അങ്ങനെ അവിടെ റാക്കിൽ കണ്ടൊരു ഫ്ലവർ വേസ് എടുത്ത് അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീചേട്ടത്തി. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന വർഷ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലെന്നോണം എന്താണ് ഈ നോക്കുന്നത് എന്ന് ഉച്ചത്തിൽ ചോദിക്കുന്നു. ഇത് കേട്ട് ഞെട്ടിത്തരിച്ച് പെട്ടെന്ന് തൻ്റെ കയ്യിലിരുന്ന വേസ് താഴെ വീണുടയുന്നു. ഇതും കൂടി ആയപ്പോൾ ഒന്നും കൂടി ദേഷ്യം കയറിയ വർഷ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നതെന്ന് ചോദിച്ച് ശ്രീജയോട് തട്ടിക്കയറുന്നു. തങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ശ്രീയേട്ടൻ വാങ്ങിത്തന്ന ഗിഫ്റ്റാണ് അതെന്നും പറഞ്ഞ് വർഷ ശ്രീയേട്ടത്തിയോട് തട്ടിക്കയറുന്നു. അപ്പോൾ ശ്രീചേട്ടത്തി, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയാതെ കയ്യിൽ നിന്നും തട്ടി താഴെ വീണ് പൊട്ടിയതാണ്, താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഓഹോ, താനപ്പോൾ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണോ? അപ്പോൾ കുറ്റം എൻ്റെ ആയോ എന്ന് വർഷ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ താൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല, താൻ അതൊന്നുമല്ല പറഞ്ഞതെന്ന് ശ്രീചേട്ടത്തി വീണ്ടും പറയുന്നു. താഴെ കിടക്കുന്ന സാധനം ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ എന്ന് ശ്രീചേട്ടത്തിയോട് വർഷ ചോദിക്കുന്നു. ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുന്ന ശ്രീചേട്ടത്തി അപ്പോൾ തനിക്ക് വിലയൊന്നും അറിയില്ല എന്നും വേണമെങ്കിൽ താനത് വാങ്ങിത്തരാമെന്നും പറയുന്നു. ഇത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വർഷ, ഓഹോ, അപ്പോൾ അത്രയ്ക്ക് വലിയ കാശുകാരിയാണോ? എന്നാൽ താൻ കേട്ടത് അങ്ങനൊന്നുമല്ലല്ലോ എന്ന് തിരിച്ചു പറയുന്നു. ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് വേദ വേഗം അവിടേക്ക് കടന്നു വരികയാണ്. എന്താ ശ്രീചേട്ടത്തി, എന്ത് പറ്റിയെന്ന് ചോദിച്ച് വേദ അവിടേക്ക് കടന്നു വരുന്നു. പെട്ടെന്ന് തന്നെ ശ്രീചേട്ടത്തി വേദയുടെ അടുത്തേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട്, ഞാൻ ആ ഫ്ലവർ വേസ് എടുത്ത് നോക്കിയപ്പോൾ താഴെ വീണ് പൊട്ടി. ഇത് കേട്ടിട്ട് വർഷ, ഫ്ലവർ വേസ് നോക്കിയതല്ല, അതവിടെ നിന്ന് എടുത്ത് താഴെ ഇട്ട് പൊട്ടിച്ചു. കരഞ്ഞുകൊണ്ട് ശ്രീചേട്ടത്തി, എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിയതാണ്. ഇത് കേട്ട് വർഷ, എന്താ കൈക്ക് എല്ലില്ലേ എന്ന് ശ്രീചേട്ടത്തിയോട് ചോദിക്കുന്നു. ഇതെല്ലാം കേട്ടുനിന്ന വേദ, അതൊരു കൗതുകത്തിനെടുത്ത് നോക്കിയതല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനത്തെ വർത്താനം പറയണമോ എന്ന് വർഷയോട് ചോദിക്കുന്നു. മാത്രമല്ല, ഒരു വേസ് താഴെ വീണുടഞ്ഞതിന് ഇത്ര വലിയ പ്രശ്നമാക്കണമോ എന്ന് വർഷയെടുത്തിയോട് വേദ ചോദിക്കുന്നു. ഇത് കേട്ട വർഷ, ഇതുപോലെ കാണാത്ത പല കാര്യങ്ങളും കാണുമ്പോൾ ചിലർക്ക് കൗതുകം കൂടും. എന്നാൽ അങ്ങനെയുള്ളവർ കണ്ണും പൂട്ടി ഒരു മൂലയിൽ കുത്തിയിരിക്കണം, അല്ലാതെ ഇങ്ങനെ ചെയ്യുകയല്ല വേണ്ടതെന്ന് അവരോട് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് നിന്ന വേദ, വർഷയെടുത്തി, മതി, നിർത്ത്, ഇവരെന്തായാലും വിരുന്ന് വന്ന ആൾക്കാരല്ലേ, ഇവരോട് ഇങ്ങനാണോ പെരുമാറേണ്ടത്? അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വർഷ, എന്നാൽ വിരുന്ന് വന്ന ആൾക്കാരും കുറച്ചൊക്കെ മര്യാദ പാലിക്കണം. എന്നാൽ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ ശ്രീചേട്ടത്തി അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഇപ്പോൾ ശ്രീചേട്ടത്തി കരഞ്ഞുകൊണ്ട് വീടിൻ്റെ പടി ഇറങ്ങി പോവുകയാണ്. അന്നേരം ഇത് കണ്ടുകൊണ്ട് നന്ദിനിയെടുത്തി അവിടേക്ക് വരുന്നു. അപ്പോൾ വേദ വർഷയോട്, എടുത്തി കുറച്ചുകൂടെ മര്യാദ കാണിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വർഷ, വേദേ, നീ എന്നെ കൂടുതൽ അന്തസ്സ് പഠിപ്പിക്കേണ്ട. അന്നേരം മറുപടിയായി വേദ, അല്ലെങ്കിലും വർഷയെടുത്തിയുടെ കയ്യിൽ നിന്ന് അങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് നന്ദിനിയെടുത്തി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് നാത്തൂനും തമ്മിലൊരു സംസാരമെന്ന് ചോദിക്കുന്നു. അപ്പോൾ വർഷ താഴെ ചിതറി കിടക്കുന്ന വേസ് ചൂണ്ടി നന്ദിനിയെടുത്തിയെ കാണിക്കുന്നു. എന്താണ് പറ്റിയതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, ദേ നിന്റെ ചേച്ചിയെടുത്ത് താഴെയിട്ട് പൊട്ടിച്ചതാണെന്ന് വർഷ പറയുന്നു.
അത് ചോദ്യം ചെയ്തതിനാണ് തന്നോട് തട്ടിക്കയറിയതെന്ന് വർഷ പറയുന്നു. ഇത് കേട്ടിട്ട് നന്ദിനിയെടുത്തി അല്ലെങ്കിലും വേദയ്ക്ക് ശ്രീജയെടുത്തിയോട് കുറച്ച് ചായ്വ് കൂട്ടലാണ് എന്ന് പറയുന്നു. ഓഹോ, അപ്പോൾ ആ വീട്ടിൽ വേദയ്ക്ക് ശ്രീജയെടുത്തിയാണല്ലേ സപ്പോർട്ട് എന്ന് വർഷ നന്ദിനിയെടുത്തിയോട് ചോദിക്കുന്നു. പിന്നെ അതിൽ വല്ലോ സംശയമുണ്ടോ എന്ന് നന്ദിനിയെടുത്തി വർഷയോട് പറയുന്നു. കുറച്ചു നേരം ആലോചിച്ചു നിന്ന ശേഷം ഇവരെല്ലാവരും ഇന്ന് തന്നെ മടങ്ങുമോ എന്ന് നന്ദിനിയെടുത്തിയോട് ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് തന്നെ മടങ്ങും, പക്ഷേ വേദയും വിക്രമും ഇവിടെ തന്നെ നിൽക്കുമായിരിക്കുമെന്ന് നന്ദിനിയെടുത്തി പറയുന്നു. എല്ലാവരും മടങ്ങുന്നെങ്കിൽ പൊക്കോട്ടെ, എന്നാൽ നീ ഇന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ നന്ദിനിയെടുത്തിയോട് വർഷ പറയുന്നു. അതിപ്പോൾ എങ്ങനെയാണ്? ഇല്ല, ഒരു കാര്യമുണ്ട്, നീ എന്തായാലും ഇവിടെ നിൽക്കാൻ വർഷ നന്ദിനിയെടുത്തിയോട് പറയുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായി ഊണുമേശയുടെ മുൻപിലിരിക്കുകയാണ്. ഒന്നും കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ശ്രീകാന്തും വർഷയും. അപ്പോൾ അവിടേക്ക് നന്ദിനിയെടുത്തിയും ശ്രീജയെടുത്തിയും വരുന്നു. അപ്പോൾ വേദയുടെ അമ്മ എല്ലാവരോടുമായി എന്തായാലും ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. എന്താ നമ്മൾക്ക് പൊയ്ക്കൂടെ എന്നുള്ള രീതിയിൽ ശങ്കരേട്ടനോട് ചോദിക്കുമ്പോൾ ഏറെ നേരം ആലോചിച്ച ശേഷം നമ്മൾക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകാമെന്ന് ശങ്കരൻ സമ്മതിക്കുന്നു. കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നു. ഇത് കേട്ടയുടൻ തന്നെ സുധാകരൻ മാഷ് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു. ഉടൻ തന്നെ വിക്രമിൻ്റെ അമ്മ ഊണ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ വേദയുടെ അമ്മ ഇന്ന് തന്നെ പോകണോ എന്ന് അവരോടെല്ലാവരോടുമായി ചോദിക്കുന്നു. വേദയുടെ അമ്മ എല്ലാവരോടുമായി വേദയ്ക്കും വിക്രമിനും ഇവിടെ നിന്നല്ലേ പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ശരി വെച്ച് അച്ചമ്മ ഒരു ദിവസം ആ വിഗ്രഹം ഇവിടെ വെച്ച് പൂജ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ വിഗ്രഹം ഇവിടെ വെച്ച് പൂജ ചെയ്തോട്ടെ, പിന്നൊരു ദിവസം വന്ന് എടുക്കാമെന്ന് പറയുമ്പോൾ വേദയുടെ മുത്തശ്ശി അത് പോരെ മോനെ, എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, ഒരു ദിവസം ഇവിടെ നിന്നാൽ എന്താണ് കുഴപ്പമെന്ന് എല്ലാവരോടുമായി ചോദിക്കുന്നു. ശരി വെച്ചുകൊണ്ട് അമ്മിണിയച്ചമ്മ എന്താണ് കുഴപ്പം, ഒരു കുഴപ്പവുമില്ല, മാത്രമല്ല താനും ഇന്ന് ഇവിടെ കൂടാൻ പോവുകയാണ് എന്ന് പറയുന്നു. എന്നിട്ട് സുധാകരൻ മാഷിനോടായി എന്താണ് സുധാകരന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയുടെ തീരുമാനം മാറ്റില്ലല്ലോ എന്ന് സുധാകരൻ മാഷ് പറയുന്നു. അപ്പോൾ നന്ദിനിയെടുത്തിയോട് വർഷ കൈ കാണിച്ച് നീയും കൂടെ ഇവിടെ നിൽക്കാൻ ചോദിക്കാനായി അവളോട് പറയുന്നു. ചോദ്യം കേട്ടയുടൻ തന്നെ വിക്രമിൻ്റെ അമ്മ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വെറുതെ, എന്തായാലും അച്ചമ്മ ഇവിടെ നിൽക്കുമല്ലേ, അപ്പോൾ അച്ചമ്മയ്ക്ക് ഒരു കൂട്ടാകുമല്ലോ എന്ന് എടതി പറയുന്നു. എങ്ങനെയെങ്കിലും നന്ദിനിയെടുത്തിയെ ഒഴിവാക്കേണ്ടതിനായി അച്ചമ്മ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇവരെയും കൊണ്ട് അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നന്ദിനി വേദയുടെ ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ ഒരു ദിവസം നിൽക്കണമെന്ന് തോന്നി എന്ന് പറയുന്നു. ഇത് കേട്ടയുടൻ തന്നെ വേദ എടുത്തി ഒരു ദിവസം ഇവിടെ നിന്നോളൂ, നമ്മൾക്ക് നാളെ ഒരുമിച്ച് തിരിച്ചു പോകാം എന്ന് പറയുന്നു. അപ്പോൾ ഇക്കാര്യം വിനായകനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വിനയേട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് നന്ദിനി പറയുന്നു. അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വർഷയും ശ്രീകാന്തും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. കൂടെ നന്ദിനിയെടുത്തിയും ഇത് വേദ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ കാര്യം നടത്തുന്നതിനായി വർഷ ശ്രീകാന്തിനോട് അത് അവതരിപ്പിക്കുന്നു. അത് കേട്ടയുടൻ തന്നെ ശ്രീകാന്ത് വർഷ ഇത് വളരെ റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതിയെന്നും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാമെന്ന് വർഷ ഉറപ്പ് കൊടുക്കുന്നു. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടു കുടുംബങ്ങളും പെട്ടെന്ന് തന്നെ ഒന്നാകുമെന്നാണല്ലോ തോന്നുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിയുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടയുടൻ തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നീയും നിന്റെ ഭർത്താവ് വിനായകനുമില്ലേ, പിന്നെ എന്താണ് എന്ന് വർഷ ചോദിക്കുന്നു. മാത്രമല്ല ഇന്ന് നിനക്ക് കുറച്ച് പണിയുണ്ട് എന്ന് നന്ദിനിയോട് വർഷ പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം, ആരും അറിയരുത് എന്നും പറയുന്നു. മാത്രമല്ല ആരും അറിയാതെ ഇക്കാര്യം ഇന്ന് തന്നെ നടന്നിരിക്കണമെന്നും വർഷ പറയുന്നു. എന്നിട്ട് വർഷ ആ കാര്യങ്ങൾ നന്ദിനിയോട് പറയുന്നു. കാര്യങ്ങൾ ഒന്നൊന്നായി കേൾക്കുമ്പോൾ തന്നെ നന്ദിനിയുടെ മുഖത്ത് ഭാവങ്ങൾ മാറുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഇതൊക്കെ ചെയ്യണമോ എന്ന് നന്ദിനി പേടിയോടെ ചോദിക്കുന്നു. അപ്പോൾ വർഷ ഇതൊന്നും നിനക്ക് പുതുമയുള്ള കാര്യങ്ങളല്ലല്ലോ എന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനൊരു കാര്യമെന്ന് പറയുമ്പോൾ താൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ വർഷ എന്തായാലും തങ്ങൾ വിക്രമിനും വേദയ്ക്കും എതിരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം നന്ദിനിയും കൂടെ കൂട്ടിയിട്ടാണ് എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് നന്ദിനിയെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കേട്ടിട്ട് പേടിയോടെ നന്ദിനി അയ്യോ വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകുമെന്ന് പറയുന്നു. മാത്രമല്ല കൂടുതൽ ആലോചിക്കേണ്ട, അതിനുള്ള സമയവുമില്ല എന്നും പറഞ്ഞ് നന്ദിനിയെ അവിടെ നിന്നും വർഷ പറഞ്ഞു വിടുന്നു. നിൽക്കുന്ന നന്ദിനിയോട് അവിടെ നിന്നും പോകാൻ വർഷ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇവർ മൂവരും നിന്ന് സംസാരിക്കുന്നത് ആരോ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്, പക്ഷേ അതാരാണെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ അവരെല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ശ്രീജയെടുത്തി അങ്ങനെ വേദയോടും യാത്ര പറയുന്നു. നന്ദിനി നീ വരുന്നില്ലെന്ന് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് നന്ദിനി പറയുന്നു. മാത്രമല്ല താൻ നാളെ വരാമെന്ന് കൂട്ടിച്ചേർക്കുന്നു.
അങ്ങനെ അവരെല്ലാവരും യാത്ര പറഞ്ഞ് കാറിൽ കയറാനായി ഒരുങ്ങുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സുധാകരൻ മാഷ് വിക്രത്തിനോടും യാത്ര പറയുന്നു. ഇത് കേട്ട് വികാരഭരിതനായി നിൽക്കുകയാണ് വിക്രം. വിക്രം മാത്രമല്ല, മാഷിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ആരും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് കേട്ടയുടൻ തന്നെ വിക്രത്തിൻ്റെ കണ്ണുകൾ നനയുന്നു. അപ്പോൾ വേദയുടെ അച്ഛൻ സുധാകരൻ മാഷിനെ വിളിക്കുന്നു. അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഒരു നിമിഷം എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. ശങ്കരൻ സുധാകരൻ മാഷിനോടായി, ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ മകൾക്കൊരിക്കലും ഇങ്ങനൊരു ജീവിതമല്ല ആഗ്രഹിച്ചത് എന്ന് പറയുന്നു. അത് മാഷിന് മനസ്സിലാവുമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതേ എന്ന മട്ടിൽ സുധാകരൻ മാഷ് തലയാട്ടുന്നു. പക്ഷേ ആ വിഷമത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് ശങ്കരൻ സുധാകരൻ മാഷിനോട് പറയുന്നു. എല്ലാവരും ഈ സംഭാഷണം കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ സുധാകരൻ മാഷും ശങ്കരനാരായണനും യാത്ര പറഞ്ഞു പിരിയുന്നു. വീടിന്റെ മുമ്പിൽ നിന്ന് കാറ് നീങ്ങുന്നതും നോക്കി വിക്രമും വേദയും അല്പനേരം അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വേദ പതിയെ വിക്രമനോട്, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ആരും സ്വീകരിക്കാനില്ലാതെ ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നില്ലേ, അതിന്റെ ഫീൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ എന്ന് വേദ ചോദിക്കുന്നു. കേട്ട വിക്രം, അതിന്റെ പ്രതികാരമാണോ ഇത് എന്ന് തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് വേദ, അങ്ങനെയല്ല, കാരണം നിങ്ങളെ ഇവിടെ സ്വീകരിക്കാനും ബഹുമാനിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്ന് പറയുന്നു. എന്നാലും ഞാൻ കടന്നുപോയത് ഏതവസ്ഥയിലൂടെയാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് വേദ വിക്രത്തിനോടായി പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് വിക്രത്തിനോട് അകത്തേക്ക് വരാനായി പറഞ്ഞ് വേദ അകത്തേക്ക് പോകുന്നു. കുറച്ചു നേരം ഉമ്മറത്ത് ഇങ്ങനെ ആലോചിച്ച് നിന്ന ശേഷം വിക്രം അകത്തേക്ക് കയറുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വിശ്വേട്ടൻ. എന്നെ കണ്ടപ്പോൾ നിങ്ങൾ ഇത്ര പെട്ടെന്ന് മടങ്ങിയെത്തിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ, ഞാനും കമലയും ശ്രീജയും ഇങ്ങി പോന്നു, ബാക്കിയുള്ളവർ അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് വിശ്വനോട് പറയുന്നു. ഇത് കേട്ടിട്ട് വിശ്വൻ അകത്തേക്ക് അമ്മയെന്ന് നീട്ടി വിളിക്കുന്നു. ഇത് കേട്ടയുടൻ തന്നെ മാഷ് അമ്മയെ വിളിക്കണ്ട എന്നും അമ്മയ്ക്ക് മൈഗ്രെയിൻ ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ് എന്നും വിശ്വനോട് പറയുന്നു. ഇതും പറഞ്ഞ മാഷ് പുറത്തേക്ക് പോകുന്നു. തങ്ങളുടെ മുറിയിലേക്ക് എത്തുമ്പോൾ ശ്രീജേടത്തി അവിടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കുകയാണ്. എന്നാൽ വിശ്വൻ ഇത് ആദ്യം ശ്രദ്ധിക്കുന്നില്ല. വിശ്വൻ ശ്രീജയോടായി, നീ അമ്മയുടെ കൂടെ പോന്നല്ലേ, എന്തായാലും അത് നന്നായി എന്ന് പറയുന്നു. കാരണം പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരു ദിവസം പോയി തങ്ങുകയെന്നത് അത്ര സുഖമുള്ള കാര്യമല്ല എന്ന് പറയുന്നു. മാത്രമല്ല നന്ദനിക്ക് പിന്നെ ഈ വക കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു മടിയുമില്ലല്ലോ എന്ന് വിശ്വൻ പറയുന്നു. ഇത്രയും പറഞ്ഞ് വിശ്വൻ തങ്ങളുടെ കട്ടിലിൽ വന്നിരിക്കുമ്പോഴാണ് വിഷമിച്ചിരിക്കുന്ന ശ്രീജയെ ശ്രദ്ധിക്കുന്നത്. വിശ്വൻ, നീ എന്താണ് ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിക്കുന്നു. അമ്മയെപ്പോലെ നിനക്കും മൈഗ്രെയിൻ ആണോ എന്ന് ചോദിച്ച് മഴയ്ക്ക് നോക്കിയിരിക്കുന്ന ശ്രീജയുടെ മുഖമുയർത്തുമ്പോഴാണ് കരഞ്ഞു കടങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ശ്രീജയെ ശ്രദ്ധിക്കുന്നത്. അയ്യോ, നീ കരയുകയായിരുന്നോ, എന്താണ് നിനക്ക് പറ്റിയതെന്ന് വിശ്വൻ ആവർത്തിച്ച് ശ്രീജയോട് ചോദിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ.